അല്ല, യഥാർത്ഥത്തിൽ ഈ ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചിട്ട് സദ്യ കൊടുക്കാന്ന് പറഞ്ഞ് എണിപ്പിച്ചിട്ട് നേരെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു രീതിയാണ് ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സ്വീകരിച്ചത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ സ്ത്രീകൾ ഞങ്ങൾക്ക് ഇതാ KSRTCയിൽ സൗജന്യ യാത്ര വേണം എന്ന് ഒരു സർക്കാരിന് മുൻപിൽ ഒരു ആവശ്യം വച്ചിരുന്നില്ല. എന്നാൽ ഇവർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഒരു വ്യത്യാസമില്ലാതെ എല്ലാ ബസ്സിലും സൗജന്യ യാത്ര നൽകും എന്ന് പ്രഖ്യാപിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നു. അത് പിന്നെ പരിമിതപ്പെടുത്തി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി മാറ്റി. അന്നത്തെ പ്രസംഗം നിങ്ങൾ ഓർത്തോളണം, ഇത് സ്ത്രീകളുടെ അഭിമാനത്തിൻ്റെതാണ്. നിങ്ങളുടെ യാത്ര ഔദാര്യമല്ല, നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി യാത്ര ചെയ്യാം. പിന്നെ ഈ പണം മിച്ചം എങ്ങനെ വയ്ക്കണം, ചിട്ടിയിൽ വയ്ക്കണോ SAPയിൽ വേണോ, അതിനും ആവശ്യമായ ഉപദേശം കൂടി നൽകിയിട്ടാണ് ഈ ഫ്ലാഗ് ഓഫ് നടത്തിയത്. അന്ന് അഭിമാനത്തോടെ യാത്ര ചെയ്യാൻ പറഞ്ഞു, ഞങ്ങളുടെ ഔദാര്യമല്ല എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന ഈ സമീപനം എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളെ ഇതുപോലെ അധിക്ഷേപിച്ച ഒരു മന്ത്രി ആ രൂപത്തിൽ തുടരേണ്ടതുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരളീയ സ്ത്രീ സമൂഹത്തിനെ ഇതുപോലെ അധിക്ഷേപിച്ച ഒരു അനുഭവം ഒരു ഘട്ടത്തിലും എന്ന് തന്നെ നമ്മൾ കാണണം. ആ ഘട്ടത്തിൽ കാണേണ്ടത് KSRTCക്കകത്ത് ഇത്രയും നഷ്ടം, നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്, അപ്പോൾ ഒരു ബുദ്ധിമുട്ടും വേണ്ട, ആവശ്യത്തിന് പണം നൽകാമെന്ന് പറയുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ എല്ലാ സ്ത്രീകളിലേക്കും വ്യാപിപ്പിക്കേണ്ടതിന് പകരം ഇപ്പോൾ ഈ യാത്രാ സൗകര്യം ഉപയോഗിക്കുന്ന സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞിരുന്ന വരുമാന പ്രായ പരിഗണനകളില്ലാതെ എല്ലാവർക്കുമുള്ള സൗജന്യം എന്നാണ്. ആ സൗജന്യം നൽകുമ്പോൾ തന്നെ മഞ്ഞ പിങ്ക് കാർഡിൽപ്പെട്ട സ്ത്രീകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന 1000 രൂപയുടെ പെൻഷൻ പൂർണ്ണമായിട്ടും നിർത്തലാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇപ്പോൾ അതുമില്ല ഇതുമില്ല, ചീത്തയും കേൾക്കണം എന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സ്ത്രീകൾ മാറിയിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തിനാണ് ഈ സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നത്? ഞങ്ങൾക്ക് ഫണ്ട് തന്നിട്ടുള്ള ആളുകൾ വേറെ ഉണ്ടല്ലോ, അവരാണല്ലോ ഇപ്പോൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വലിയ തോതിലുള്ള മ്യൂച്വൽ ഫണ്ടല്ല, ഈ രൂപത്തിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള വലിയ സംവിധാനങ്ങളുണ്ട്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പൊതു ആരോഗ്യ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമം. ഇത് ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. ആരോഗ്യവകുപ്പ് മന്ത്രി എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, കിടക്കുണ്ടെങ്കിൽ മാത്രം രോഗിയെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്താൽ മതി, താഴെ കിടത്തി ചികിത്സിക്കരുത്. നമുക്ക് ആദ്യം തോന്നി താഴെ കിടത്തി ചികിത്സിക്കരുത് എന്ന് പറയുമ്പോൾ, ഈ താഴെ കിടക്കുന്നവരോടുള്ളൊരു സ്നേഹം അദ്ദേഹത്തിന് വല്ലാതെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പ്രതികരണം എന്ന് പെട്ടെന്ന് തോന്നിയെന്ന് വരാം. അതിനർത്ഥം എന്താ? ബെഡില്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യേണ്ടതില്ല. നേരത്തെ എങ്ങനെയായിരുന്നു? വരുന്ന രോഗിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി എവിടെ കിടക്കാനുണ്ടോ എന്നല്ല ആദ്യം നോക്കുന്നത്, ആവശ്യമായ അടിയന്തര ചികിത്സ ഉടൻ നൽകുക എന്നുള്ളതാണ്. അതിന് പകരം ബെഡിനകത്ത് മാത്രം പരിമിതപ്പെടുത്തി. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്തിനാ ഇവർ ആശുപത്രിയിലേക്ക് വരുന്നത്? അപ്പോൾ പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലയ്ക്ക് എല്ലാ രംഗങ്ങളെയും വിട്ടുകൊടുക്കാനുള്ള ആസൂത്രിതമായൊരു പദ്ധതിയാണ് ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. അഭിമാനം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന സ്ത്രീകളെ അധിക്ഷേപിച്ച ഈ സംവിധാനത്തിനെതിരെ ശക്തമായ താക്കീത് നൽകേണ്ടതുണ്ട്. അതാ ഇവരുടെ നിലപാടല്ല. ഇന്ന് അദ്ദേഹം എങ്ങനെ മാറും? ഗവൺമെൻറ് നിലപാടല്ലേ, പിന്നെ എങ്ങനെ മാറാൻ പറ്റും? ഏത് രൂപത്തിൽ മാറാൻ പറ്റും? ഒറ്റയ്ക്കല്ലല്ലോ. ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ, ഒരു ഇൻവെസ്റ്ററെ കാണാനൊരു രഹസ്യയാത്ര വന്നില്ലേ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്ററെ കാണണമെങ്കിൽ ആ ഹെലികോപ്റ്റർ സ്ഥലം ഉണ്ടല്ലോ. വ്യവസായ മന്ത്രി ഇപ്പുറത്തിരുത്താം, ചീഫ് സെക്രട്ടറി കൂടി ഇരുത്താം, ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഇരുത്താം, IT സെക്രട്ടറി, 4-5 സീറ്റ് ഉണ്ടല്ലോ, അവരെയും കൂടി കൊണ്ടുപോയിട്ടല്ലേ. അപ്പോൾ എവിടെ നടന്നു? ഇപ്പോൾ ഈ ദുരൂഹതയാകെ ശക്തിപ്പെടല്ലേ. സാധാരണ ഏത് മന്ത്രി സഞ്ചരിക്കുമ്പോഴും അത് പ്രോഗ്രാം ലിസ്റ്റിനകത്ത് വരുമല്ലോ. ഇനിയിപ്പോൾ ഇൻവെസ്റ്ററെ കാണേണ്ടി വന്നു, എവിടെ കണ്ടു? പിന്നെ ഇൻവെസ്റ്ററുടെ പേര് വേണ്ട, ഇന്ന സ്ഥലത്ത്, ആ പ്രോഗ്രാം കാണുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ ജനങ്ങളെ ആകെ വഞ്ചിക്കുകയും അപമാനിക്കുകയും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്ത ഒരു ഗവൺമെൻറ്റായി മാറി. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ട് വന്ന് അതിനകത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സന്ദർഭത്തിൽ ആരംഭിച്ച EOEകൾ MOUകൾ പ്രൊജക്റ്റിലേക്കായി മാറിക്കൊണ്ടിരിക്കുമോ എന്നുള്ളത് അഭിമാനപൂർവ്വം അതിനകത്ത് വരുന്നുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ തന്നെ കാണുന്നത് അന്നത്തെ പ്രൊജക്റ്റുകളെല്ലാം ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഘട്ടത്തിലും. അത് എൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ നമുക്കും അറിയാം, ഇപ്പോൾ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾ ശക്തിപ്പെടുത്താതെ ഈ നിക്ഷേപകരൊക്കെ രഹസ്യമായി വന്ന് നിഗൂഢമായി പ്രവർത്തിക്കുന്നവരാണെന്ന് വന്നാൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? അല്ല, സാധാരണ അവർ നമ്മളോട് അപ്പോയിൻമെൻറ്റ് ചോദിക്കും.
ഞങ്ങളുടെ സമയത്ത് മീറ്റ് ദ ഇൻവെസ്റ്റർ എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഇൻവെസ്റ്റേഴ്സ് അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ ഞങ്ങൾ എൻ്റെ ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളതാണ്. അവിടെ എല്ലാ സെക്രട്ടറിമാരും KSITC ചെയർമാൻ, MD, കിൻഫ്ര MD, ചെയർമാൻ ഇവരെല്ലാവരും ഇരുന്നിട്ട് ഇൻവെസ്റ്ററോട് പ്രപ്പോസൽ വയ്ക്കാൻ പറയും. നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ടാറ്റ എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരു 3-4 മാസത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാം, ഞങ്ങൾ അങ്ങോട്ട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചു, അതിനനുസരിച്ചാണ് പോയിട്ടുള്ളത്. പിന്നെ ഒന്ന് നിങ്ങൾ ആദ്യം ടാറ്റയുടെ പറഞ്ഞ് കുറച്ച് അപകടം ചെയ്തു. 2 ഇപ്പോൾ ഇൻവെസ്റ്റർമാരെല്ലാം വളരെ രഹസ്യമായിട്ട് വരുന്നവരാണ്. മറ്റ് സ്റ്റേറ്റ് വരുമ്പോഴേക്കും ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി രഹസ്യമായി കാണുന്നുണ്ട്, നേരിട്ട് കാണുന്നതല്ല എന്ന് വന്നാൽ അതും നല്ല മെസ്സേജ് നൽകില്ല. കണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു നുണ പറഞ്ഞാൽ അതുമ്പോൾ പിടിച്ചു വെക്കാൻ 1000 നുണ പറയേണ്ടി വരുമെന്നുള്ളത് പണ്ടത്തെ വായിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ സമയത്ത് തുടങ്ങിയിട്ടുള്ള ആ ഇൻവെസ്റ്റ് സമ്മിറ്റിൻ്റെ പ്രൊജക്റ്റുകൾ തന്നെ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് അതെടുത്തവർക്ക് പറയാം ഇത്രയും വന്നിട്ടുണ്ട്, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന് പറ്റുന്ന വിവരങ്ങൾ ഇപ്പോൾ ഔദ്യോഗിക പോർട്ടലുകളിൽ വന്നിട്ടുണ്ട്. അതിലൊക്കെയാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത്.